ഇപ്പോൾ ഉച്ചയാകാൻ പോകുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെത്തി, ചായ കുടിയൊക്കെ കഴിഞ്ഞു, അരി അടുപ്പത്തിട്ടു. ഇനിയിപ്പോൾ ചോറ് റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കറി എന്തെങ്കിലും റെഡിയാക്കണം. മീൻകറിയും ഉണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക വിട്ടുള്ള ഒരു കളിയില്ല. മുരിങ്ങയ്ക്ക കണ്ടമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക അവിയൽ വയ്ക്കാമെന്ന് കരുതി. മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങാപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം ജീരകം, മുളക് പൊടി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ വേകാൻ വെച്ചിരുന്ന മുരിങ്ങക്കോലിൽ ആഡ് ചെയ്ത് വെന്ത് വന്നപ്പോഴത്തേക്ക് ലേശം കറിവേപ്പിലയും എണ്ണയും ചേർത്ത് വാങ്ങി വെച്ചു. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി റൂം ക്ലീനിങ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേളിലായി റൂം ക്ലീനാക്കിയിട്ട്. ഇപ്പോൾ റൂം ഒക്കെ ഒന്ന് ക്ലീനാക്കി അതിനുശേഷം കുളിച്ചു റെഡിയായി വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ താഴെ ഇറങ്ങിപ്പോകണം. കിച്ചൺ താഴത്താണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു റെഡിയായി വന്നു. വൈകുന്നേരമായി. അടുത്ത ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് കൂടെയുള്ള പണിക്കാരൻ ലീവാണ്. അതുകൊണ്ട് അവനെ വിളിക്കാനായി പോവേണ്ടതില്ല. നേരെ കച്ചവട സ്ഥലത്തേക്കാണ് പോകുന്നത്. പുറത്ത് നല്ല ഒടുക്കത്തെ വെയിലും ചൂടുമാണ്. വണ്ടിയിലാണെ AC കംപ്ലൈൻ്റായി കിടക്കുകയാണ്. ചൂട് സമയത്ത് AC ഇല്ലാതെ ഡ്രൈവിങ് വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക? ഇപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ റൂമിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം അങ്ങനെ അങ്ങ് തീർന്നു. ഇനി വേറെ എടുത്തു പറയത്തക്ക ജോലികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ റൂമിലെത്തിയിട്ട് ചായ ഇടണം. പിന്നെ കുറച്ച് IPL ക്രിക്കറ്റ് കളി കാണണം. പിന്നെ വീട്ടിൽ വിളിക്കണം. ഇതൊക്കെ തന്നെയാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ.